ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യ യുക്രൈനെ കീഴടക്കാൻ യുദ്ധം ആരംഭിച്ചിട്ട് നാളെ 3 വർഷം തികയുന്നു. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ യുദ്ധമാണിത്. ജീവനും മരണത്തിനുമിടയ്ക്ക് ആരും ഒന്നും നേടിയില്ല. ലോകത്തെ ഭയപ്പെടുത്തി എവിടെയുമെത്താതെ രക്തച്ചൊരിച്ചിൽ തുടരുന്നു. രണ്ടാം ലോക യുദ്ധത്തിനു ശേഷം യൂറോപ്പിനെയും ലോകത്തെയും ഏറ്റവും ആശങ്കപ്പെടുത്തിയ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് നാളെ 3 വർഷം തികയുന്നു. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത്. കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സൈനിക നടപടിയെന്നാണ് ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിച്ചത്. നാറ്റോയുടെ ഭാഗമാകാനുള്ള യുക്രൈന്റെ നീക്കം, പാശ്ചാത്യ അനുകൂല നിലപാടുകൾ എന്നിവ റഷ്യയെ പ്രകോപിപ്പിച്ചതിന്റെ പ്രതികാരമായിരുന്നു സൈനിക നടപടി. 3 വർഷത്തിനുള്ളിൽ ഇരുപക്ഷത്തുമായി 13 ലക്ഷത്തോളം ജനങ്ങളാണ് യുദ്ധക്കെടുതിക്ക് ഇരയായത്. യുദ്ധം ആരംഭിച്ച ശേഷം ഇത്രയധികം പേർക്ക് ജീവഹാനി ഉണ്ടാകുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തതായാണ് കണക്ക്. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കണക്കുകൾ റഷ്യയും യുക്രൈനും ഐക്യരാഷ്ട്രസഭയും പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3 വർഷത്തിനുള്ളിൽ യുക്രൈനിലെ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും റഷ്യൻ വ്യോമാക്രമണങ്ങളാൽ തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. യുക്രൈനുണ്ടായ സാമ്പത്തിക നഷ്ടം 41 ലക്ഷം കോടി രൂപയിലേറെ വരുമെന്നാണ് കണക്കാക്കുന്നത്. വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും തകർന്നു. യാതനകളുടെ കഥകളാണ് യുദ്ധം അലങ്കോലമാക്കിയ യുക്രൈനിൽ നിന്ന് ദിവസവും പുറത്തുവരുന്നത്. യുദ്ധതന്ത്രത്തേക്കാൾ രഹസ്യമായാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ എണ്ണം റഷ്യയും യുക്രൈനും സൂക്ഷിച്ചിരിക്കുന്നത്. US മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള മരണസംഖ്യ ഭയപ്പെടുത്തുന്നതാണ്. യുക്രൈന്റെ 80,000-ലേറെ സൈനികർ ഇതിനകം മരിച്ചതായാണ് അവരുടെ കണക്ക്. 4 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാശ്ചാത്യ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 2 ലക്ഷത്തോളം റഷ്യൻ സൈനികർക്ക് ജീവഹാനി ഉണ്ടായെന്നും പറയുന്നു. 4 ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനന നിരക്ക് കുറവ് അനുഭവപ്പെടുന്ന റഷ്യയും യുക്രൈനും സൈനിക സേവനത്തിന് ആളില്ലാതെ പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് ഇത്രയധികം പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടമായത്. സൈനികരുടെ എണ്ണം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ഏറെ ബുദ്ധിമുട്ടുകയാണ്. വാഗ്നർ ഗ്രൂപ്പുകളെ പോലെ കൂലിപ്പടയ്ക്കൊപ്പം ഉത്തര കൊറിയയിൽ നിന്ന് വാടകയ്ക്കെടുത്ത സൈനികരെയും യുദ്ധമുഖത്ത് വിന്യസിച്ചാണ് റഷ്യ ഇപ്പോൾ യുക്രൈനെയും അവർക്ക് പിന്തുണ നൽകുന്ന പാശ്ചാത്യ ചേരികളോടും യുദ്ധം ചെയ്യുന്നത്. റഷ്യയുടെ സാമ്പത്തിക മേഖലയെയും യുദ്ധം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധം, എണ്ണയടക്കമുള്ളവയുടെ കയറ്റുമതി കുറഞ്ഞത്, വർദ്ധിച്ച സൈനിക ചെലവ് എന്നിവ റഷ്യയെ ഗുരുതരമായി ബാധിച്ചു. യുദ്ധത്തോടെ യുക്രൈനിലെ ജനസംഖ്യയിൽ 1 കോടിയോളം കുറവ് വന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് യുക്രൈനെയാണ്. മാത്രമല്ല, യുക്രൈൻ അതിർത്തികളിലേക്ക് റഷ്യൻ അധിനിവേശവും അധികമായി. യുക്രൈന്റെ 1/5 ഭാഗം തങ്ങൾ കൈവശപ്പെടുത്തിയതായാണ് റഷ്യയുടെ അവകാശവാദം. സമ്പദ്ഘടനയുൾപ്പെടെ എല്ലാ മേഖലകളും ശിഥിലമായ യുക്രൈൻ യുദ്ധാനന്തരം ഏതുവിധത്തിൽ കരകയറുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. യുദ്ധം താറുമാറാക്കിയ ഒരു തലമുറയുടെ ഭാവി കാലവും ആശങ്കയുടെ മുൾമുനയിലാണ്. പുതിയ ആയുധങ്ങളുടെ ശേഷി കൂടി പരീക്ഷിക്കപ്പെട്ടതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത. റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ അമേരിക്ക യുക്രൈൻ അനുവാദം നൽകിയപ്പോൾ ഭൂഖണ്ഡാന്തര മിസൈൽ തൊടുത്താണ് റഷ്യ യുക്രൈനെ തിരിച്ചടിച്ചത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ആദ്യമായി ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിക്കുന്ന യുദ്ധമായി മാറി റഷ്യ യുക്രൈൻ സംഘർഷം. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം മാറ്റം യുക്രൈനെ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തി. യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒഴിവാക്കി യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് ഭരണകൂടം റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് സൌദിയിൽ തുടക്കമിട്ടു. പ്രധാന പങ്കാളികളെ അവഗണിക്കുന്നത് സമാധാന പ്രക്രിയയുടെ നിയമസാധുതയെ ദുർബലപ്പെടുത്തുമെന്ന് വിമർശകർ വാദിക്കുന്നു. യുദ്ധത്തിന് ഉത്തരവാദി എന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ പരസ്യമായി അവഹേളിക്കുന്ന ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന് സഹായിച്ചതിന് പകരമായി യുക്രൈന്റെ ധാതുസമ്പത്തുകളാണ് ആവശ്യപ്പെടുന്നത്. യുക്രൈൻ യുദ്ധവിരാമ ചർച്ചകളെപ്പറ്റി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കവെ ലോകത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് യുദ്ധം 3-ാം വർഷത്തിലേക്ക് നീങ്ങുകയാണ്.